ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു കാരമൽ രുചിയിൽ ഒരു തരിക്കഞ്ഞി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഈവനിങ് ആയിട്ടോ അതല്ല ഇഫ്താർ സ്പെഷ്യലായിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരി, എങ്ങനെ തയ്യാറാക്കുന്ന കണ്ടു നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടികട്ടിയുള്ള എന്ത് പാത്രം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കാരമൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിരിക്കും. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് തരിക്കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 2-2.5 ഗ്ലാസത്തോളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഡബിളാക്കി എടുക്കാം. ഇനി 2 ഏലക്കായും കൂടി നമുക്ക് ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമുക്കൊരു ചട്ടി വെച്ചിട്ട് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുക്കാം. ഇനി അതും ഇതിലോട്ട് ഇന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം 1/4 കപ്പോളം റവ എടുക്കാം. എന്ന് വെച്ചാൽ 30 ml ഒരു കപ്പ് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു പിടി നമുക്ക് സേമിയം കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. 1 മിനിറ്റോളം വറുത്തെടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിരിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച റവയും സേമിയും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ ടൈമൊന്നും ഇല്ല കേട്ടോ. ഒരു 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. പിന്നെ അതിലോട്ട് നമ്മൾ മധുരം, ഈ കാരമൽ ചെയ്ത മധുരം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് മധുരം അത്ര കൂടുതൽ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ബാലൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ശേഷം വീണ്ടും ഒരു ചട്ടി വെച്ച് അതിലോട്ട് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതാ ഇങ്ങനെ ബോൾസ് രൂപത്തിലായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റോളം കൂടി വേണമെങ്കിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മേലെ നമുക്കിങ്ങനെ പാട് കെട്ടി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മതി. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്ക് രൂപത്തിലായിരിക്കും. ഇപ്പോൾ ചൂടുള്ളത് കാരണമാണ് കേട്ടോ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞ് കുടിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുത്ത് കുടിക്കാം. പക്ഷേ ഒരു ചെറിയ ചൂടോട് കൂടി കഴിക്കുന്നതാട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആകുക. തരിക്കഞ്ഞി ഇതുപോലെ ഉണ്ടാക്കിയ റവ ഒട്ടും വെന്ത് കുഴഞ്ഞു പോകാതെ തരിതരിയായിട്ട് തന്നെ ഇരിക്കും. നമുക്കിത് ഏത് ടൈമിൽ വേണമെങ്കിലും കുടിക്കാം. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒന്നും കൂടി തണുപ്പിച്ച് കുടിക്കാനാക്കാരോ കേട്ടോ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റോളം വെച്ചിട്ടും കുടിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ മുതിർന്നവർക്കൊക്കെ അധികം ഇഷ്ടം നമുക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഇഫ്താറിനൊക്കെ നമുക്ക് 1 ഗ്ലാസ്സോളം കുടിച്ച വയറ് നിറയും. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.